ഹലോ, വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ സ്നാക്സ് റെസിപ്പിയുമായിട്ടല്ല, ഒരു ഡ്രിങ്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇഫ്താറിനൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ജ്യൂസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ചൂട് സമയത്ത് ഒരു ഗ്ലാസ് ജ്യൂസ് കിട്ടിയാൽ എന്നാണ് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് വിചാരിക്കുക അല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ജ്യൂസാണ്. അത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഇളനീർ ജ്യൂസ് തന്നെയാണ്. പക്ഷേ ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് ഇളനീർ യൂസ് ചെയ്യാതെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ മെയിനായിട്ട് 2 ഇൻഗ്രീഡിയൻസാണ് ഇതിൽ വേണ്ടത്. അതിലൊന്നാണ് തേങ്ങ. അപ്പോൾ ചിരകിയ തേങ്ങ ഞാനിവിടെ ഈ ഒരു വലിയ സ്പൂണിന് ഒരു 3-4 സ്പൂൺ, ഏകദേശം 3-4 സ്പൂണ് കണക്കിന് എടുത്തിട്ടുണ്ട്. ഒരു വലിയ സ്പൂൺ നിറയെ. അപ്പോൾ ആ അളവിൽ നിങ്ങൾ എടുക്കുക തേങ്ങ. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് അതിൽ നിന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് പിഴിഞ്ഞെടുക്കുന്നത്, വെള്ളം ഇല്ലാതെ ഒന്നുമല്ല. അതായത് നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണമെന്ന് നിർബന്ധമില്ല. കട്ടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. പക്ഷേ അങ്ങനെ അല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് വാട്ടറി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ ഫ്രീസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ജ്യൂസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് റവയാണ്. അപ്പോൾ റവ ഒരുപാടൊന്നും വേണ്ട, ഇത്തിരി മതി. ഇതാ ഞാൻ നേരത്തെ കാണിച്ച സ്പൂണിന് ഏകദേശം 1 സ്പൂൺ നിറയെ റവ ഉണ്ട്. അപ്പോൾ ഈ റവ നമുക്ക് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് റോസ്റ്റഡ് റവയൊന്നുമല്ല, പ്ലെയിനായിട്ട് നമ്മൾ വാങ്ങിച്ച റവ റോസ്റ്റ് ചെയ്യാതെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റവ വേവിച്ചെടുക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഈ റവ വേവിച്ചെടുക്കുമ്പം ഒരുപാട് കട്ടിയായി പോകരുത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വെള്ളം എടുക്കുക. അതിലേക്ക് ഒരു നുള്ളുപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മളതിലേക്ക് റവ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് ഇളക്കിയിട്ടില്ലെങ്കിൽ റവ കട്ടിയായി പോവും, അതുപോലെ അടുക്കി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കുക. റവ ജസ്റ്റ് ഒന്ന് കുക്കായി വന്നാൽ മതി. പിന്നെ ഒരുപാട് കട്ടിയാവാനൊന്നും വെയിറ്റ് ചെയ്യണ്ട, കാരണം ഇത് തണുക്കുന്ന സമയത്ത് ഒന്നും കൂടെ കുറുകും, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം എടുക്കുക കേട്ടോ വേവിക്കുന്ന സമയത്ത്. അപ്പോൾ ഇനി ഈ റവ വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ തേങ്ങാപ്പാൽ ഫ്രീസറിൽ റെഡിയാക്കിയ സമയത്ത് തന്നെ ഫ്രീസറിൽ വെക്കാം. ഞാനിവിടെ ഫ്രീസറിൽ വെച്ചിട്ടില്ല, ഞാൻ 2 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജ്യൂസ് ജാർ എടുത്തിട്ട് അതിൽ ആദ്യം നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റവ തണുത്ത ശേഷം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ തേങ്ങാപ്പാൽ നിങ്ങൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും ഇതിനെക്കാട്ടിലും, അല്ലെങ്കിലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കാത്ത കാരണം ഞാൻ 2 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് ആവശ്യത്തിന് പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഈ റവയൊക്കെ ഇതിൽ മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യണം കുറച്ച് സമയം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രിങ്ക് റെഡിയായി. അപ്പോൾ നമുക്ക് ആ തണുത്ത പാട് തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇളനീരില്ലെങ്കിലും നമുക്ക് ഈ രീതിയിൽ ഇളനീരിൻ്റെ ടേസ്റ്റിൽ ഇളനീർ ജ്യൂസ് തയ്യാറാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.